ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഒത്തുള്ള ഒരു ഒത്തുകൂടലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ആപ്പാൻ്റെ പുരയിലട്ടെ ഇന്ന് മീറ്റപ്പ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരു 2 മാസം ഒരിക്കലും എല്ലാവരും ഒന്നിച്ച് കൂടലുണ്ട്. ആ കൂടലാണ് ഇന്ന്. നോമ്പിന് മുമ്പേ ഇനി കൂടാനില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് കൂടുകയാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൂടുന്നുള്ളത്. അപ്പം ഇനിയും എല്ലാ പ്രാവശ്യം കൂടാനാണ് നമ്മുടെ പ്ലാൻ. ഇൻഷാ അല്ലാഹ് നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മീറ്റപ്പ് ഉണ്ടാവും. അപ്പം എല്ലാവരും ഒത്തുകൂടുന്നതിന് മുന്നേ ഫസ്റ്റ് തന്നെ ഒരു പാത്രം എടുത്തിട്ട് എല്ലാവരും ഫോണും കളക്ട് ആക്കിയിട്ട് വെച്ചാണ്. ഫോണിൽ കളിക്കും വീഡിയോ എടുക്കുകയും ചെയ്യുമെങ്കിൽ ആരും മീറ്റപ്പിൽ ഒന്നിച്ച് കൂടിയില്ലാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഫോണും കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. കുഞ്ഞാൻ്റെ മോൻ എന്നിട്ട് ഇതെല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ടായത്. അതുകൊണ്ട് എല്ലാവരും ഫോണും വാങ്ങിയിട്ട് വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു കളിയും ചിരിയും അത് മാത്രമല്ല കേട്ടോ. അതിന് പകരം നമ്മൾ ഉപ്പപ്പാക്ക് വേണ്ടിയിട്ട് ഉപ്പപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പപ്പാക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓതിയിട്ടും ദുആയിരുന്നിട്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആപ്പാറുണ്ടായിരുന്നു, 2 ആപ്പാറും കുഞ്ഞാൻ്റെ മോനായിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും നമ്മളെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പപ്പാക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആയിരുന്നിട്ട് എല്ലാവരും യാസീൻ ഓതിയിട്ടും കത്തം തീർക്കാൻ അങ്ങനെയൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഓതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓതിയിട്ട് തീർത്തിട്ടായിട്ട് നമ്മൾ ദുആയിരുന്നിട്ട് ചെയ്യലാണ്. പിന്നെ പിള്ളേർക്ക് വേണ്ടത് അവരെ കളിയും ചിരിയും മാത്രമല്ലേ. അങ്ങനെ നമ്മൾ കുളങ്കര കളിക്കാമെന്ന് വെച്ച് പിള്ളേർക്കൊന്നും കുറേ പിള്ളേർക്കൊന്നും ഇതുപോലത്തെ കളിയൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ടിട്ട് പിള്ളേരെല്ലാം നിർത്തിച്ചിട്ട് കുളങ്കര കളിച്ചിട്ടാണ്. പിള്ളേർക്കൊരു പൊലിസല്ലേ ഇതെല്ലാം. അപ്പം എല്ലാവരും ഇങ്ങനെ ഇതുപോലെ കുളങ്കരം കളിച്ചിട്ടാണ്. പിന്നെ ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞായിരുന്നു ആരും തോറ്റു പോയെങ്കിൽ കരഞ്ഞേക്കല്ലെന്ന്. കാരണം ചെറിയ കുഞ്ഞു മക്കളാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഔട്ടായി പോകുമ്പോൾ കരച്ചിൽ വരും. അപ്പോൾ കരയുണ്ടാകുന്ന പ്രത്യേകം പറഞ്ഞായിരുന്നു. കുട്ടികളെ കണ്ണിന്ന് വെള്ളം വന്നായിരുന്നു കേട്ടോ. അങ്ങനെ കുളങ്കര കൂടുതൽ പേർക്ക് അറിയില്ല കേട്ടോ. ഈ സമയത്തുള്ള കുട്ടികൾക്കൊന്നും മാക്സിമം അറിയാൻ പറ്റുന്നില്ല. നമ്മൾ ട്രയൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ അതുപോലെ കളിച്ചായിരുന്നു കേട്ടോ. അടിപൊളിയായി കളിച്ചിട്ടുണ്ട് മക്കൾ. കുറേ കളിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിട്ട് പക്ഷെ ഒന്നും നടന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ടൈം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആപ്പാൻ്റെ പുര ചേരൂർ തന്നെ കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ ചേരൂരിലാണ് കേട്ടോ ആപ്പാൻ്റെ പുരയുള്ള. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പുഴയോട് കൂടിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ ആ സ്ഥലമെല്ലാം. അപ്പം ഇനി പുഴക്കൊക്കെ തോണിയിലൊക്കെ പോകാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പറ്റുവാണെങ്കിൽ നോമ്പിൽ മുന്നേ തന്നെ പോകട്ടെ. അപ്പം അതിൻ്റെ പ്ലാനിൽ തന്നെയാണുള്ളത്. പുഴക്കരത്ത് തോണിയിലൊക്കെ പോകാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതാ കുളങ്കര ഫൈനൽ സ്റ്റേജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കളോരോന്നോരോന്നായിട്ട് ഔട്ടായി പോകുന്നുണ്ട്. മക്കൾക്ക് ടെൻഷനാകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പറഞ്ഞത് കാരണം അവരൊന്നും കരയാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ട് കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടണമില്ല. കുറച്ച് മക്കളെ വീഡിയോസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങളെ വീഡിയോ എടുക്കുന്നത് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ വീഡിയോസൊന്നും കൂടുതൽ എടുത്തില്ല. അങ്ങനെ ഫൈനൽ 2 പേര് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. കുഞ്ഞാൻ്റെ 2 പുള്ളിമക്കളാണ് ബാക്കിയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടാളും പോരാടിയ മത്സരമാണ് കേട്ടോ. അങ്ങനെ ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുള്ള ആവേശം കാണണ്ടേ. അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് ഞങ്ങൾ ജയിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ. പിന്നെ പിള്ളേർക്കൊന്നുമില്ല കളി കളിക്കാൻ നമുക്ക് സമയം കൊടുക്കുന്നില്ല. അവർ നമ്മൾ കളിച്ചോന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചോറും ഞങ്ങൾ പെണ്ണുങ്ങൾ കളിക്കുന്ന കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് സമയം നമ്മൾ അങ്ങനെ കളിച്ച് അങ്ങനെ അതിന് പിന്നെ ദുആർക്കലാണ് കേട്ടോ. ആപ്പാൻ്റെ ദുആ ആവും അതിൻച കുഞ്ഞാൻ്റെ മോൻ്റെ ദുആ അങ്ങനെ ആപ്പാറെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ദുആലെല്ലാം ഓതിയിട്ടും ദുആയിരുന്നിട്ടും ഇനി നെക്സ്റ്റ് ഇതുപോലെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചായ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 65 പേരാണ് ഇതിലുണ്ടായിരുന്നത്. ഏകദേശം 80, 65, 70 അങ്ങനെ ആ ഒരു ഇതിലാണ് എല്ലാ ടൈമിലും മീറ്റാക്കുമ്പോൾ ഉണ്ടാവൽ. ഇന്നിപ്പോൾ 65 പേരുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് എല്ലാവർക്കുള്ള സ്നാക്സ് ഇട്ട് എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് സ്നാക്സ്. പറ്റുന്നവരുണ്ടാക്കിയിട്ടും അല്ലാത്തവർ വാങ്ങിച്ചിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ എല്ലാവരും സ്നാക്സ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ആക്കിയിട്ട് ചായയും ഇതുപോലെ സ്നാക്സ് ഐറ്റംസ് കഴിച്ചായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പാൻ്റെ പുറത്ത് നെയ്പ്പത്തിലും ചിക്കൻ കറിയും സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്പ്ലേറ്റും പിന്നെ നെയ്പ്പത്തിൽ ചിക്കൻ കറി ഇതെല്ലാം ആപ്പാൻ്റെ വക തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്കെല്ലാം റെഡിയാക്കി വെച്ചാണ്. അങ്ങനെ കറക്റ്റായി 65 ആയാൽ നോക്കാൻ വേണ്ടി എല്ലാം എണ്ണി വെക്കുന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ. എല്ലാം ഷെയർ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ മടന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും ഒത്തിട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ പ്ലേറ്റിലാക്കിയിട്ട് ഇട്ടായിരുന്നു. എല്ലാ ഐറ്റംസും നല്ല തന്നെ കേട്ടോ. കാരണം കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റാണ്. ഒന്ന് തന്നെ എല്ലാവരും കൊണ്ടുവന്നിട്ടോ. എല്ലാവരും തരയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞാട്ടോ ചായ നല്ല അടിപൊളി കപ്പിൽ കുഞ്ഞെല്ലാവർക്കും ചായ കൂട്ടി വെക്കുന്നതാണ്. ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ. എന്ത് പറയുന്നത് പൈനാപ്പിൾ ഉപ്പിലിട്ടത്.
അത് കുഞ്ഞാൻ്റെ മോന് കൊണ്ടുവന്നത്. എല്ലാ ടൈമിലും കുഞ്ഞാൻ്റെ മോൻ അതുപോലെ സ്പെഷ്യൽ ഐറ്റംസ് തന്നെയാണ് കൊണ്ടുവരാറുള്ളത്. കഴിഞ്ഞ സമയത്ത് ഷോളാണ് കൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡെല്ലാം എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഫൈനലി ഇതുപോലത്തെ കുൾഫി എല്ലാവരും കഴിച്ചതിന് കേട്ടോ. പക്ഷെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു, പക്ഷെ ഒന്നും ശരിയായിട്ട് വരുന്നില്ല. എന്താക്കുന്നത്, ലാസ്റ്റ് വിട്ടേനെ ശരിയാവലാന്ന് വെച്ചു. നല്ല സെറ്റാക്കി വെച്ചിട്ട് ഒരു ഫോട്ടോസ് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് മാഷാ അല്ലാഹ് എല്ലാവരും നിസ്കരിക്കുന്നു കേട്ടോ. ആപ്പ ഇമാമ നിന്നിട്ട് ബാക്കിയുള്ള കുഞ്ഞുമക്കളെല്ലാവരും കൂടി നിസ്കരിക്കുന്നു കേട്ടോ. മുകളിൽ ബാർപ്പിൻ്റെ മുകളിൽ നിന്നിട്ടാണ് എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. കാണാൻ നല്ല സന്തോഷമായി. അപ്പോൾ നമ്മൾ കളിയും ചിരിയിലും മാത്രമല്ല കേട്ടോ ഇതെല്ലാം ഒതുക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മളെ ഒത്തുകൂടലോട് കൂടിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് ടൈം ഇവിടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ ഒത്തുകൂടലുണ്ടാവും. നിങ്ങൾ എല്ലാവരും ദുആയിരക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ ഒത്തുകൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ഒത്തുകൂടട്ടെ. കാരണം കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും അപ്പുറം ഇപ്പുറം മനസ്സിലാവാനും എല്ലാത്തിനും കൂടി നല്ലതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.